We have a number of political novels, and the famous among them is Animal Farm, written by George Orwell. ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം എന്ന പൊളിറ്റിക്കൽ നോവലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ജോർജ് ഓർവെൽ ഇസ് ദി pseudonym of Eric Blair. Eric Blair or George Orwell is a famous English writer. He's a novelist, and he wrote the famous political novel Animal Farm. Animal Farm എന്ന പൊളിറ്റിക്കൽ നോവൽ എഴുതിയ വ്യക്തിയാണ് ജോർജ് ഓർവെൽ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എറിക് ബ്ലെയർ എന്നാണ്. ജോർജ് ഓർവെൽ എന്നത് അദ്ദേഹത്തിന്റെ സ്യൂഡോണിമാണ്, തൂലികാ നാമമാണ്. Here, Animal Farm is an allegory to the Russian Revolution, which ended in communism and equality, but it ended in totalitarianism under the dictator Stalin. റഷ്യൻ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു പൊളിറ്റിക്കൽ നോവലാണ് ആനിമൽ ഫാം. ഇറ്റ് ഈസ് ആൻ അലിഗറി. അലിഗറി മീൻസ് കഥയിലൂടെ യഥാർത്ഥ സംഭവത്തിന്റെ റെപ്രസെന്റേഷൻ ആയിട്ടുള്ള കഥയാണിത്. ആൻഡ് ഈ ഒരു റഷ്യൻ വിപ്ലവത്തിലൂടെ കമ്മ്യൂണിസം വന്നു, അതേപോലെ തന്നെ ഇക്വാലിറ്റി, സമത്വം ഒക്കെ നിലവിൽ വന്നു എങ്കിലും അതൊരു സ്വേച്ഛാധിപത്യത്തിലാണ്. സ്റ്റാലിൻ എന്ന ഒരു ഡിക്റ്റേറ്റർ സ്വേച്ഛാധിപത്യയുടെ ആ ഒരു പരമാധികാരത്തിലാണ് ആ ഒരു റഷ്യൻ വിപ്ലവം അവസാനിച്ചത്. ആൻഡ് ഈച്ച് ക്യാരക്ടർ ഇസ് എ സിംബൽ ഓഫ് ദ കീ ഫിഗർ, കോൺസെപ്റ്റ് ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഈ കഥയിലെ ഓരോ കഥാപാത്രങ്ങളും ഓരോ റെപ്രസെന്റേഷൻ ആണ്. അതേപോലെ തന്നെ ഓരോ ഐഡിയയുടെയും, അതേപോലെ തന്നെ ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ്, അങ്ങനെ ഓരോ വ്യക്തികളും ഈ കഥയിൽ അലിഗോറിക്കൽ റെപ്രസെന്റേഷൻ ആണ്. Animal Farm has served several themes, and the prominent among them are the desire for power, institutional corruption, class systems, language and propaganda, and totalitarianism. ഈ ആനിമൽ ഫാം എന്ന നോവലിന് നമുക്ക് ധാരാളം തീമുകളുണ്ട്. അതിൽ സാധാരണ എക്സാം ചോദിക്കുന്നത് വാട്ട് ആർ ദി തീംസ് ദാറ്റ് വി ക്യാൻ സീ ഇൻ ആനിമൽ ഫാം. ഫസ്റ്റ് വൺ ഈസ് ഡിസയർ ഫോർ പവർ, അധികാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹം. നെക്സ്റ്റ് വൺ ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷൻ, ഒരു സ്ഥാപിത അഴിമതി, അതായത് ഓരോ പ്രസ്ഥാനങ്ങൾ നിലവിൽ വന്ന് അതിന്റെ പേരിൽ നടക്കുന്ന അഴിമതികൾ. ദെൻ ക്ലാസ് സിസ്റ്റം, റിച്ച് ആൻഡ് പുവർ ക്ലാസ് എന്ന വിവേചനം, ഒരു ക്ലാസ് സിസ്റ്റം, വർക്കിംഗ് ക്ലാസ്, അതേപോലെ ബ്യൂറോക്രാറ്റിക് വർഗങ്ങൾ ഒന്ന്, അങ്ങനെയുള്ള ഡിവിഷൻസ്. അതേപോലെ തന്നെ ലാംഗ്വേജ് ആൻഡ് പ്രൊപ്പഗാൻഡ, ഭാഷയും അതേപോലെ അതിന്റെ പ്രചാരം, അതായത് നമ്മൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്, അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ടോട്ടാലിറ്റേറിയനിസം. ടോട്ടാലിറ്റേറിയനിസം മീൻസ് പരമാധികാരം, ആ ഒരു സോവറിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ആ സ്റ്റാലിൻ എന്ന ഡിക്റ്റേറ്ററുടെ സ്വേച്ഛാധിപതിയുടെ ആ ഒരു പരമാധികാരം, അയാളുടെ ആ ഒരു കൺട്രോളിൽ എല്ലാം വരുത്തുന്ന ആ ഒരു റെപ്രസെന്റേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓർവെൽ ഇൻഫോംഡ് ഇൻ ഹിസ് എസ്സേ വൈ ഐ റൈറ്റ് says that Animal Farm was his first purposeful attempt to combine art and politics. തന്റെ എസ്സേ ആയ വൈ ഐ റൈറ്റ് എന്ന എസ്സേയിൽ ജോർജ് ഓർവെൽ ഈ ഒരു ആനിമൽ ഫാമിനെ കുറിച്ച് പറയുന്നു. ആനിമൽ ഫാം എന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പർപ്പസ്ഫുൾ അറ്റംപ്റ്റ് ആണ്. ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം എഴുതിയ ഒരു നോവലാണിത്. എന്തിനാണ്? ടു കമ്പൈൻ ആർട്ട് ആൻഡ് പൊളിറ്റിക്സ്, കലയെയും രാഷ്ട്രീയത്തെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിനെ യോജിപ്പിച്ചെഴുതാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശ്രമമാണ് ഈ നോവൽ എന്നാണ് ജോർജ് ഓർവെൽ പറയുന്നത്. ആൻഡ് ദ നോവൽ വാസ് പബ്ലിഷ്ഡ് ഇൻ 1945. 1945 ഈ നോവല് എഴുതപ്പെടുന്നത്. We have already said that it is an allegorical representation of a Russian revolution. Here, Old Major represents Karl Marx, Napoleon represents Stalin, and Snowball represents Trotsky. Here, Old Major, he is a boy. ഇവിടെ ഓൾഡ് മേജർ ആനിമൽസ് ആണ് ഇതിനകത്തെ കഥാപാത്രങ്ങള്. ഈ ഓൾഡ് മേജർ എന്നത് ഒരു കാട്ടുപന്നിയാണ്. ആൻഡ് ഹി കോൾസ് ഓൾ ദി ആനിമൽസ് ഇൻ ദ മാനർ ഫാം ഫോർ എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ ആനിമൽസിനെ എല്ലാം അദ്ദേഹം വിളിക്കുന്നു. ഓൾഡ് മേജർ എന്ന ഈ കാട്ടുപന്നി എല്ലാ ആനിമൽസിനെയും, മാനർ ഫാം ആണ് അവരുടെ, ആ ഫാമിന്റെ പേര് മാനർ ഫാം എന്നാണ്, ആ ഫാമിലെ എല്ലാ ആനിമൽസിനെയും ഒരു മീറ്റിങ്ങിനായിട്ട് വിളിക്കുന്നു. ആൻഡ് ഹി ടെൽസ് ദാറ്റ് ഹി ഹാഡ് എ ഡ്രീം. അദ്ദേഹം അവരോട് പറയുന്നു തനിക്കൊരു സ്വപ്നമുണ്ട്.
which all animals live together and no human being to oppress or control them. അവരുടെ ആ സ്വപ്നത്തില്, അവരുടെ ആ ഒരു സ്വപ്ന ലോകത്ത് there is no human being, ഒരു മനുഷ്യജീവിയുമില്ല, അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു മനുഷ്യരുമില്ല, അങ്ങനെയുള്ള ഒരു ലോകം. ആൻഡ് ഹി ടെൽസ് ദ ആനിമൽസ് ദാറ്റ് ദേ മസ്റ്റ് വർക്ക് ഫോർവേഡ്. ഇനി അദ്ദേഹം പറയുന്നു ആ സ്വപ്നത്തില് അവര് പ്രയത്നിക്കണം, ജോലി ചെയ്യണം, ദെൻ ലോയൽ, വിധേയത്വമുള്ളവരായിരിക്കണം. ആൻഡ് നോട്ട് ഡ്രിങ്ക് ആൽക്കഹോൾ, മദ്യം കഴിക്കാൻ പാടില്ല. നോർ യൂസ് മണി ഓർ കിൽ അതർ ആനിമൽസ്, പണം ഉപയോഗിക്കാൻ പാടില്ല, അതേപോലെ തന്നെ മദ്യം ഉപയോഗിക്കാൻ പാടില്ല, മറ്റു ജീവികളെ കൊല്ലാനും പാടില്ല. ഇതാണ് സ്വപ്നം. ആൻഡ് ഓൾഡ് മേജർ ഡൈസ് ആൻഡ് ദ പിഗ്സ് സ്റ്റാർട്ട് ടു റൺ ദ ഫാം. അങ്ങനെ ഈ തന്റെ സ്വപ്നം വെളിപ്പെടുത്തി കുറച്ച് നാളുകൾക്ക് ശേഷം ഈ പിഗ്, അതായത് നമ്മുടെ ഓൾഡ് മേജർ മരിച്ചു പോകുന്നു. ആൻഡ് ദ പിഗ്സ് സ്റ്റാർട്ട് ടു റൺ ദ ഫാം. അങ്ങനെ പിഗ്സ്, ഈ കാട്ടുപന്നി ബോറിൽ വർഗത്തിൽ ബോറാണ്, അതായത് കാട്ടുപന്നിയാണ് ഈ ഓൾഡ് മേജർ. ആ ഒരു പന്നിക്കൂട്ടം ആ ഫാമിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നു. And the farmer Mr. Jones is again drunk and so the animals decide to overthrow them. അവരുടെ ഫാമർ മിസ്റ്റർ ജോൺസ് മദ്യപിക്കുന്നു. അങ്ങനെ ഈ ആനിമൽസ് അദ്ദേഹത്തെ ഓവർത്രോ ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ ഒരു പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിക്കുന്നു. ആൻഡ് ദേ റിമൂവ്ഡ് ഹിം ആൻഡ് ആനിമൽസ് സ്റ്റാർട്ട് ടു റൺ ദ ഫാം. അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റി തങ്ങളുടെ ഫാമർ ആയിട്ടുള്ള മിസ്റ്റർ ജോൺസിനെ മാറ്റിയിട്ട് ആനിമൽസ് തന്നെ അതിന്റെ കൺട്രോൾ ഏറ്റെടുത്ത് ആ ഫാം നടത്തുന്നു. ആൻഡ് ദ പിഗ്സ് ബിഗാൻ ടു ക്രിയേറ്റ് റൂൾസ് ഇൻക്ലൂഡിംഗ് നോ സ്ലീപ്പിംഗ് ഇൻ ബെഡ്സ്, നോ വെയറിംഗ് ക്ലോത്ത്സ്, നോ ആൽക്കഹോൾ, no killing other animals, and all animals are treated equal, and whoever has 4 legs or wings is a friend. അവർ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവരുന്നു. അതില് ആ നിയമത്തിൽ പറയുന്നത് നോ സ്ലീപ്പിംഗ് ഇൻ ബെഡ്സ്, കിടക്കയിൽ കിടക്കാൻ പാടില്ല. അതേപോലെ തന്നെ നോ വെയറിംഗ് ക്ലോത്ത്സ്, ഡ്രസ്സ് ധരിക്കാൻ പാടില്ല, ഡ്രസ്സ് ധരിക്കാൻ പാടില്ല. നോ ആൽക്കഹോൾ, മദ്യം കഴിക്കാൻ പാടില്ല. നോ കില്ലിംഗ് അതർ ആനിമൽസ്, മറ്റു മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല. ഓൾ ആനിമൽസ് ആർ ഈക്വൽ ആൻഡ് ഹൂ എവർ ഹാസ് 4 legs or wings ഈസ് എ ഫ്രണ്ട്. ഇനി മറ്റു മൃഗങ്ങളെ ഒന്നും കൊല്ലാൻ പാടില്ല. അതേപോലെ തന്നെ എല്ലാ ജീവികളും തുല്യരാണ്. അതേപോലെ തന്നെ 4 കാലുള്ളതും ചിറകുള്ളതുമായിട്ടുള്ള എല്ലാ ആനിമൽസും അവരുടെ സുഹൃത്തുക്കളാണ്. അങ്ങനെയുള്ള കുറെ നിയമങ്ങൾ ഇവര് ഉണ്ടാക്കുന്നു. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഓൾഡ് മേജർ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ വെളിപ്പെടുത്തി അതിൽ കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ ഒന്നും കൂടി ഒന്ന് പരിഷ്കരിച്ച് ഈ പിഗ്സ് കുറച്ച് നിയമങ്ങളും കൂടി ഉണ്ടാക്കുന്നു. ആൻഡ് ദ പിഗ്സ് ബിഗാൻ ടു യൂസ് ഫ്രഷ് മിൽക്ക് ആൻഡ് ആപ്പിൾസ് ബിക്കോസ് ദേ ഹാവ് ടു കീപ് ദെയർ ഹെൽത്ത് ആസ് ലീഡേഴ്സ്. ഇനി ഈ പിഗ്സ് നല്ല ഫ്രഷ് മിൽക്ക് കുടിക്കുന്നു, അതേപോലെ തന്നെ ആപ്പിളൊക്കെ കഴിക്കുന്നു. കാരണം അവർക്ക് സ്റ്റാമിന വേണം. ലീഡേഴ്സ് എന്ന നിലയിൽ തങ്ങളുടെ ശക്തി കാണിക്കാൻ, തങ്ങളുടെ ആ ശക്തി നിലനിർത്താൻ വേണ്ടിയിട്ട് നല്ല പോഷക ഗുണമുള്ള ഭക്ഷണം കഴിക്കുന്നു. ആൻഡ് അതർ ആനിമൽസ് വർക്ക് ഹാർഡ് ആൻഡ് ബിക്കം ലേസി. അങ്ങനെ ഈ പിഗ്സ്, അധികാരം ഏറ്റെടുക്കുന്ന പിഗ്സ് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആപ്പിളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോസ്റ്റ്ലി ആഹാരങ്ങളൊക്കെ കഴിക്കുന്നു. അതേസമയം മറ്റ് ആനിമൽസിന്റെ വർക്ക് ഹാർഡ് ആൻഡ് ബിക്കം ലേസി. അവര് കഠിനാധ്വാനം ചെയ്യുന്നു, അതേപോലെ തന്നെ കഠിനാധ്വാനം ചെയ്ത് ക്ഷീണം ഉണ്ടാകുന്നവർക്ക്. ആദ്യമേ മാനർ ഫാം എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ആൻഡ് ദി ആനിമൽസ് ടേൺഡ് ദ നെയിം ടു ആനിമൽ ഫാം. ഈ മാനർ ഫാം എന്നുള്ളത് ആനിമൽ ഫാം എന്ന പേരിലേക്ക് മാറ്റുന്നു. ആൻഡ് ദി ആനിമൽ ഫാം ബിഗിൻസ് വിത്ത് ദ ഹോപ്പ് ഓഫ് ഫ്രീഡം ബട്ട് ഇറ്റ് എൻഡ്സ് ഇൻ ടിറണി ആൻഡ് ഓപ്പറേഷൻ. ആനിമൽ ഫാം തുടങ്ങുന്നത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ്. അതായത് സ്വാതന്ത്ര്യം, എല്ലാവരും ഈക്വൽ ആണ്. അവർ കുറെ നിയമങ്ങൾ ഉണ്ടാക്കി നമ്മൾ പറഞ്ഞു. ആ നിയമത്തിലൂടെ ഇക്വാലിറ്റി, അതേപോലെ തന്നെ ലിബർട്ടി, ഇതൊക്കെയാണ് അവർ ലക്ഷ്യം വെച്ചത്. പക്ഷേ സ്വാതന്ത്ര്യം എന്ന ആ ഒരു സ്വപ്നം നഷ്ടപ്പെടുന്നു. ഈ ഒരു ആനിമൽ ഫാം അവസാനിക്കുന്നത് ഓപ്പറേഷൻ, അതേപോലെ അടിച്ചമർത്തലും, അതേപോലെ തന്നെ ടിറണി മീൻസ് ഏകാധിപത്യത്തിലാണ്. ദെൻ ഇനി ചാപ്റ്റർ വൈസ് ഉള്ള അതിന്റെ ഒരു ഐഡിയ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ ദ ആനിമൽസ് ഗ്യാദർ ഇൻ ദ ബാൺ ടു ലിസൺ ടു ദ ഓൾഡ് മേജർ എ ബോർ ഹു സ്പീക്സ് അബൌട്ട് ഹിസ് ഡ്രീം. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഓൾഡ് മേജർ ഒരു ബോറാണ്.
കാൾമാക്സിന്റെ റെപ്രസെന്റേഷൻ ആണ്. അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിക്കുന്നു. ആ മീറ്റിംഗിൽ എല്ലാ ആനിമൽസും ഒത്തുകൂടുന്നു. ആൻഡ് ദ ഓൾഡ് ബോർ റിവീൽസ് ഹിസ് ഡ്രീം. അദ്ദേഹത്തിന്റെ സ്വപ്നം പറയുന്നു. ആൻഡ് ഹി സേസ് ദാറ്റ് മെൻ ഈസ് ദി ഒപ്രസർ ഓഫ് ആനിമൽസ് ആൻഡ് ദ ആനിമൽസ് വുഡ് ഹാവ് എ ബെറ്റർ ലൈഫ് ഇഫ് ദേ റിബെൽഡ് ആൻഡ് റൺ ദ ഫാം ഫോർ ദംസെൽസ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ സ്വപ്നം വെളിപ്പെടുത്തുന്നു. ആ സ്വപ്നത്തിലൂടെ അദ്ദേഹം പറയുന്നത്, മനുഷ്യനാണ് തങ്ങളുടെ ഈ ആനിമൽസിന്റെ ശത്രു, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ അടിച്ചമർത്തി വെക്കുന്നത് മനുഷ്യരാണ്. അതുകൊണ്ട് മനുഷ്യൻ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരു ജീവിതം കിട്ടുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ആൻഡ് ഹി ടെൽസ് ദം ടു അവോയ്ഡ് ഓൾ ഹ്യൂമൻ വോയിസസ് ആൻഡ് ഹി ടീച്ചസ് ദം ദ സോങ് ബീസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട്. അദ്ദേഹം ഈ എല്ലാ മനുഷ്യന്റെ എല്ലാ ശബ്ദങ്ങളും ഒഴിവാക്കാൻ പറയുന്നത്, അതായത് മനുഷ്യരുമായിട്ടുള്ള എല്ലാ റിലേഷനും ഒഴിവാക്കണം. എന്നിട്ട് അദ്ദേഹം ബീസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് എന്ന ആ ഒരു പാട്ട് ഈ ആനിമൽസിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് മനുഷ്യന്റെ പാട്ടൊന്നും വേണ്ട, മനുഷ്യന്റെ ശബ്ദവും വേണ്ട, മനുഷ്യന്റെ പാട്ടും വേണ്ട, മറിച്ച് ഈ ആനിമൽസിന്റെ തന്നെ ശബ്ദം മതി എന്നുള്ള നിലയിൽ ആനിമൽസിന്റെ സോങ് ബീസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് എന്ന പാട്ട് ഈ ആനിമൽസിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. Then next chapter, second chapter, old major dies 3 days after his speech. ഈ ഒരു മീറ്റിംഗിന് ശേഷം 3 ദിവസം കഴിഞ്ഞ് ഓൾഡ് മേജർ മരിക്കുന്നു. ആൻഡ് നെപ്പോളിയൻ സ്നോബാൾ ആൻഡ് സ്ക്വയർ ഓർഗനൈസ് ഓൾഡ് മേജേഴ്സ് തോട്ട്സ് ഇൻ ടു എ പ്രിൻസിപ്പിൾ ആൻഡ് കോൾഡ് ആനിമലിസം. ഇനി ഈ 3 നേതാക്കന്മാര്, നെപ്പോളിയൻ, സ്നോബാൾ, സ്ക്വീലർ, ഇവർ 3 പേരും ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഏറ്റെടുക്കുന്നു. അതായത് ഓൾഡ് മേജറിന്റെ ആശയങ്ങൾ ഏറ്റെടുക്കുന്നു, അത് നടപ്പാക്കണമെന്ന് തീരുമാനിക്കുന്നു. ആൻഡ് അതിനെ പറയുന്നത് ആനിമലിസം എന്നാണ്. ആൻഡ് ആഫ്റ്റർ ദി ഹ്യൂമൻസ് ഫോർഗെറ്റ് ടു ഫീഡ് ദ ആനിമൽസ്, ദ ആനിമൽസ് അറ്റാക്ക്, ഫോഴ്സിംഗ് മിസ്റ്റർ ജോൺസ് ആസ് ദ ഓണർ ആൻഡ് ഹിസ് വർക്കേഴ്സ് ടു ഫ്ലീ. We have already said that Mr. Jones is the owner and farmer of these animals. ഈ ആനിമൽസിനെ കൺട്രോൾ ചെയ്യുന്നത് മിസ്റ്റർ ജോൺസ് ആണ്. അതോടൊപ്പം തന്നെ ഹി ഈസ് എ ഡ്രങ്കാർഡ്, ഒരു മദ്യപാനിയാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം മദ്യപിച്ച് വന്നിട്ട് ഹി ഫോർഗെറ്റ് ടു ഫീഡ് ദി ആനിമൽസ്. ഈ ആനിമൽസിന് ഭക്ഷണം കൊടുക്കാൻ അദ്ദേഹം മറന്നു പോകുന്നു. അങ്ങനെ മറന്നു പോകുന്ന സമയത്ത് ദീസ് ആനിമൽസ് അറ്റാക്ക് ഹിം, അദ്ദേഹത്തെ ആക്രമിക്കുന്നു. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും അവിടെ വിട്ടു പോകുന്നു. ആൻഡ് ദസ് ദ പിഗ്സ് ടേക്ക് ദ കൺട്രോൾ ഓഫ് ദിസ് ആനിമൽ ഫാം ആൻഡ് ദേ ചേഞ്ച്ഡ് ദ നെയിം ഓഫ് ദ ഫാം ടു ആനിമൽ ഫാം ഫ്രം മാനർ ഫാം. ദേ ക്രിയേറ്റ് 7 കമാൻഡ്മെന്റ്സ് ഓർ റൂൾസ് ദേ ആർ ടു ലിവ് ബൈ. അങ്ങനെ മനുഷ്യനിൽ നിന്നും ആ ഫാം ഹൗസ്, അനിമൽ ഫാമിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്ന ആ ആനിമൽസ് 7 കമാൻഡ്മെന്റ്സ് അല്ലെങ്കിൽ 7 നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ദാറ്റ് ദേ ഹാവ് ടു ഫോളോ. അവർക്ക് ജീവിക്കാൻ, അവർ ആ ഒരു നിയമം അനുസരിച്ച് ജീവിക്കണം എന്ന നിലയിൽ 7 നിയമങ്ങൾ ഉണ്ടാക്കുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞത്, നോ സ്ലീപ്പ് ഇൻ ബെഡ്, അതേപോലെ നോ ക്ലോസ്, നോ ആൽക്കഹോൾ, നോ കില്ലിംഗ് ഓഫ് അതർ ആനിമൽസ്, അങ്ങനെ പറഞ്ഞ 7 നിയമങ്ങൾ അവര് കൊണ്ടുവരുന്നു. Then chapter 3, the animals have their first harvest of their own and it is the largest harvest they had seen. അങ്ങനെ കൃഷി അല്ലെങ്കിൽ ആ ഒരു ഫാമിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്ന അവർക്ക് ആദ്യത്തെ കൊയ്ത്ത് നടക്കുന്നു. ആദ്യത്തെ ഹാർവെസ്റ്റിലൂടെ അവർക്ക് ഏറ്റവും നല്ല വിളവാണ് കിട്ടുന്നത്. ആൻഡ് ദേ വർക്ക് ടുഗദർ വെൽ ആൻഡ് ആർ മോട്ടിവേറ്റഡ് ബൈ ദെയർ ഫ്രീഡം ആൻഡ് ഐഡിയ ദാറ്റ് ദേ റീപ്പ് ഓൾ ദെയർ ഓൺ ഡ്രീംസ് ഓർ റിവാർഡ്സ്. അവരുടെ ആ ഒരു വലിയ ഹാർവസ്റ്റ്, ആ ഒരു വിളവുകളൊക്കെ കണ്ടിട്ട് വളരെയധികം സന്തോഷമാകുന്നു, പ്രചോദനമാകുന്നു, മോട്ടിവേഷൻ കിട്ടുന്നു. ആൻഡ് ദർ ഈസ് നോ വർക്ക് ഓൺ സൺഡേസ് ബട്ട് ദേ ഹാവ് എ സെറമണി ആൻഡ് എ മീറ്റിംഗ് ബിഫോർ ദേ റിലാക്സ്. സൺഡേയിൽ വർക്കില്ല, ബാക്കി എല്ലാ ദിവസവും പണിയെടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു വർക്ക് ഹാർഡ്, അങ്ങനെ എല്ലാ ദിവസവും പണിയെടുക്കണം. പക്ഷേ സൺഡേയിൽ വർക്കില്ല. അങ്ങനെ ജോലി ഇല്ലാത്ത ദിവസം അതിനു മുൻപ് ഒരു മീറ്റിംഗ് ഉണ്ടാകും. അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ പോലെ ഒരു സെറമണി, ഒരു ചെറിയൊരു ഫംഗ്ഷനും അതേപോലെ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ടാകും. ആൻഡ് ദ പിഗ്സ് ആക്ട് ആസ് മാനേജേഴ്സ് ആൻഡ് ദേ ട്രൈ ടു ടീച്ച് ദ അതർ ആനിമൽസ് ടു റീഡ്. ഇതിൽ പിഗ്സ് ആണ് കൺട്രോൾ ഏറ്റെടുക്കുന്നത്. ആ പിഗ്സ്
മാനേജർമാർ എന്ന നിലയിൽ പ്രവർത്തിക്കും. അതേപോലെ മറ്റ് ആനിമൽസിനെ വായിക്കാൻ പഠിപ്പിച്ചു കൊടുക്കും. നെപ്പോളിയൻ ടേക്സ് ദ പപ്പീസ് ഓഫ് ദി ഫാം ഡോഗ്സ് ജെസി ആൻഡ് ബ്ലൂബെൽ ആൻഡ് ദി പിഗ്സ് ടേക്ക് ഓൾ മിൽക്ക് ആൻഡ് ആപ്പിൾസ് ഫോർ ദംസെൽസ്. നെക്സ്റ്റ് ചാപ്റ്റർ 4 the humans led by Mr. Jones attack the farm in an attempt to regain it. 4th ചാപ്റ്ററിൽ മിസ്റ്റർ ജോൺസ് എന്ന ആ ഫാമർ ഈ ആനിമൽസിനെ അല്ലെങ്കിൽ ഈ ഫാം ഹൗസ് ആക്രമിക്കുന്നു. അതായത് ആ ഫാം ഹൗസിന് കൺട്രോൾ കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ഒരു ഫാം ഹൗസ് ആക്രമിക്കുന്നു. ആൻഡ് ദ ആനിമൽസ് വിൻ ദ ബാറ്റിൽ ആൻഡ് നെയിം ഇറ്റ് ദ ബാറ്റിൽ ഓഫ് ദി കൗഷെഡ്. പക്ഷെ ആ ബാറ്റിൽ ആനിമൽസും ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള ആ യുദ്ധത്തിൽ ആനിമൽസ് ആണ് ജയിക്കുന്നത്. അവർ ആ യുദ്ധത്തിന് പേരിടുന്നത് ബാറ്റിൽ ഓഫ് ദ കൗഷെഡ് എന്നാണ്. ചാപ്റ്റർ 5 വിന്റർ ഹിറ്റ്സ് ആൻഡ് മോളി എ ഹോഴ്സ് ട്രൈസ് ടു ഗെറ്റ് ഔട്ട് ഓഫ് വർക്ക്. ചാപ്റ്റർ 5 വിന്റർ സീസൺ തുടങ്ങുന്നു. വിന്റർ സീസണിൽ മോളി എന്ന ഒരു ഹോഴ്സ്, ഒരു കുതിര, ജോലിയിൽ നിന്നും ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് തീരുമാനിക്കുന്നു. അതായത് ആ ഹാർഡ് വർക്കാണ്, അതിൽ നിന്ന് ഒന്ന് പുറത്ത് കടക്കണം തീരുമാനിക്കുന്നു. ആൻഡ് ക്ലാവ് എ വർക്ക് ഹോഴ്സ് സീസ് മോളി ഗെറ്റിംഗ് അറ്റൻഷൻ ഫ്രം one of the men of a neighboring farm and she finds the ribbons and sugar in Molly's star. അങ്ങനെ ഈ ക്ലാവർ എന്നത് ഒരു വർക്ക് ഹോഴ്സ് ആണ്, ജോലി ചെയ്യുന്ന ഒരു കുതിരയാണ്. ആ വർക്ക് ഹോഴ്സ് അതേപോലെ തന്നെ മോളി ഒരു കുതിരയാണ്. ഈ തൊട്ടപ്പുറത്തുള്ള ഒരു മനുഷ്യന്റെ ഫാമിൽ നിന്നും ഈ മോളിയിൽ ശ്രദ്ധയുണ്ട്. ആ മോളിയെ അവരെ വശത്താക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു സംഭവം മനസ്സിലാക്കുന്നു ക്ലാവർ. അതേപോലെ തന്നെ ഈ മോളിയുടെ ആ സ്റ്റാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ മോളി ഇരിക്കുന്ന ആ സ്ഥലം അല്ലെങ്കിൽ ആ കിടക്കുന്ന ആ സ്ഥലത്ത് ഷുഗർ കാണുന്നു, അതേപോലെ കരിമ്പ് കാണുന്നു, അതേപോലെ തന്നെ റിബൺസ്, കരിമ്പ്, അതേപോലെ അതിന് തിന്നാനുള്ള സാധനങ്ങളൊക്കെ കാണുന്നു. ഈ സമയത്ത് മോളി റൺസ് അവേ ആൻഡ് എ പീജിയൻ റിപ്പോർട്ട്സ് ദാറ്റ് ഷീ ഈസ് ദി കാർട്ട് ഹോഴ്സ് ഓഫ് എ ഹ്യൂമൻ ഫാമർ. ഈ സമയത്ത് ഒരു പീജിയൻ അവിടെ നിന്ന് മോളി പോകുന്നു. പിന്നീട് ആ ജോലിയിൽ നിന്ന് കഠിനാധ്വാനാണ്, അവിടെ നിന്ന് പുറത്ത് കിടക്കണം എന്ന് തീരുമാനിക്കുന്ന മോളി അവിടെ വിട്ട് ഓടി പോകുന്നു. ഈ സംഭവം ഒരു പീജിയൻ റിപ്പോർട്ട് ചെയ്യുന്നു, പീജിയൻ പ്രാവ് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ പ്രാവ് പോയിട്ട് പറയുന്നത്, പീജിയൻ പോയിട്ട് പറയുന്നത് ഷീ ഈസ് ദി കാർട്ട് ഹോഴ്സ് ഓഫ് എ ഹ്യൂമൻ ബീങ്, ഒരു മനുഷ്യന്റെ കുതിരയായിട്ട്, ചുമട്ട് കുതിരയായിട്ട് മോളി മാറി എന്ന് പറയുന്നു. And at this time, Snowball and Napoleon debate with the Spieler supporting a windmill that would reduce work and Napoleon supporting more field work and more food. ഈ സമയത്ത് സ്പീലറോട് സ്നോബോളും അതേപോലെ തന്നെ നെപ്പോളിയനും പോയിട്ട് പറയുന്നു, ഈ ആനിമൽസിന് ജോലി ഒരുപാടുണ്ട്, അതുകൊണ്ട് ഒരു വിൻഡ് മില്ല് വേണം, അവരുടെ ജോലി ഭാരം കുറയ്ക്കാൻ ഒരു വിൻഡ് മില്ല് വേണം എന്ന് പറയുന്നു. അതേസമയം നെപ്പോളിയൻ പറയുന്നത് അവർക്ക് കൂടുതൽ ജോലി ചെയ്താൽ കൂടുതൽ ഭക്ഷണം കൊടുക്കണം എന്ന ഒരു ആവശ്യവും പറയുന്നു. And Napoleon has his dogs, the puppies he had previously taken, chase Snowball off the farm and he takes over the dictator of Animal Farm and he says windmill was always his idea. ഈ സമയത്ത് സ്നോബോളും നെപ്പോളിയനും തമ്മിൽ തെറ്റുന്നു. അങ്ങനെ നെപ്പോളിയൻ തൻ്റെ കയ്യിൽ ഓൾറെഡി 2 പട്ടിക്കുട്ടികളെ എടുത്തിരുന്നു പറഞ്ഞു. ആ 2 പട്ടിക്കുട്ടികൾ ഇപ്പോൾ നല്ല കുട്ടപ്പന്മാരായിട്ട് വന്നിട്ടുണ്ട്. ആ 2 പട്ടികളെ ഉപയോഗിച്ച് അവിടുന്ന് സ്നോബോളിനെ ഓടിക്കുന്നു, ആ ആനിമൽ ഫാമിൽ നിന്നും ഓടിക്കുന്നു. അങ്ങനെ ആ ആനിമൽ ഫാമിൻ്റെ ഭരണം ഇദ്ദേഹം ഏറ്റെടുക്കുന്നു, നെപ്പോളിയൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഈ വിൻഡ് മിൽ എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ മാത്രമാണ്, അല്ലാതെ ഈ ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കാതിരിക്കുക എന്നുള്ളതല്ല. ആ ഒരു വിൻഡ് മില്ല് വേണം, അവർക്ക് പണി കൂടുതലാണ്, ജോലി കൂടുതലാണ്, അതുകൊണ്ട് ഒരു വിൻഡ് മില്ല് വേണം, അവരുടെ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വിൻഡ് മില്ല് വേണം എന്ന് പറഞ്ഞത് തൻ്റെ ആശയം മാത്രമാണ്. ശരിക്കും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് അവരെ കഷ്ടപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അതായത് മോർ വർക്ക് ആൻഡ് മോർ ഫുഡ് എന്നുള്ള ആശയമാണ് തൻ്റെ ഉള്ളിലുള്ളത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ആ ഒരു ടോട്ടാലിറ്റേറിയനിസം അല്ലെങ്കിൽ ആ ടോട്ടൽ കൺട്രോളിലാണ് ആ നോവൽ അവസാനിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ആനിമൽ ഫാം സ്റ്റാർട്ടഡ് വിത്ത് ദ ഹോപ്പ് ഓഫ് ഫ്രീഡം, ഫ്രീഡം എന്ന ആശയത്തിലാണ് തുടങ്ങുന്നത്. ബട്ട് ഇറ്റ് എൻഡഡ് ഇൻ tyranny ആൻഡ് ടോട്ടാലിറ്റേറിയനിസം.
ഇതിൽ ചോദിക്കാവുന്നത് ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ ചോദിക്കാം, അതേപോലെ തന്നെ അലിഗോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റഷ്യൻ റവല്യൂഷൻ, പിന്നീട് ഹൗ ദ ആനിമൽസ് ടേക്ക് ഓവർ ദ കൺട്രോൾ ഓഫ് ആനിമൽ ഫാം. The 7 commandments are whatever goes upon 2 legs is an enemy. 2 കാലിൽ നടക്കുന്ന ആളുകൾ അവർ ശത്രുക്കളാണ്. Here it indicates human beings, മനുഷ്യരെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, whatever goes upon 4 legs and has wings is a friend. ഇനി 4 കാലുള്ളവർ അതേപോലെ ചിറകുള്ളവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം 2 കാലിൽ നടക്കുന്നവർ ശത്രുക്കളാണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ പക്ഷികൾക്കൊക്കെ 2 കാലാണുള്ളത്, അതുകൊണ്ടാണ് വിങ്സും കൂടി ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നത്. വാട്ടെവർ അല്ലെങ്കിൽ ദ ആനിമൽസ് ആൻഡ് ബേർഡ്സ് ആർ ഫ്രണ്ട്സ്. നെക്സ്റ്റ്, നോ ആനിമൽ ഷാൽ വെയർ ക്ലോത്ത്സ്. ഇനി ആനിമൽസ് ഡ്രസ്സ് ധരിക്കാൻ പാടില്ല. നെക്സ്റ്റ്, നോ ആനിമൽ ഷാൽ സ്ലീപ്പ് ഇൻ ബെഡ്. ദെൻ നോ ആനിമൽ ഷാൽ ഡ്രിങ്ക് ആൽക്കഹോൾ ആൻഡ് നോ ആനിമൽ ഷാൽ ബി കിൽഡ്. ഓൾ ആനിമൽസ് ആർ ഈക്വൽ. ഇതാണ് 7 കമാൻഡ്മെന്റ്സ്. ഇതിൽ പിന്നീട് മാറ്റം വരുത്തുന്നുണ്ട്, ചെറിയ ചെറിയ മാറ്റങ്ങൾ അവർ വരുത്തുന്നുണ്ട്. ആൻഡ് ആനിമൽസ് സെഡ് 4 legs good 2 legs bad. അങ്ങനെ ആ ആനിമൽസിന് ഒരു സ്ലോഗൻ പോലെ തന്നെ ഉണ്ടാകുന്നു. 4 legs are good 2 legs are bad എന്നുള്ള ഒരു സ്ലോഗൻ തന്നെ ഉണ്ടാകുന്നു. ആൻഡ് ഇറ്റ് വാസ് സ്നോബോൾ who argued for windmill. Napoleon argued that there is a great need of increasing food production and so there is no time to waste on windmill. ഈ സമയത്ത് സ്നോബോൾ പറയുന്നു we need a windmill to reduce the work of the animals, that means the people. ഇവിടെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒരു ആനിമൽസിന്റെ ആനിമൽ ഫാം ആണ്. ആനിമൽസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദി അലിഗോറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് റഷ്യൻ റവല്യൂഷൻ. ആ ജനങ്ങളുടെ അല്ലെങ്കിൽ ആ ആനിമൽസിന്റെ ജോലിഭാരം കുറയ്ക്കാൻ ഒരു വിൻഡ് മില്ല് വേണമെന്ന് സ്നോബോൾ അഭിപ്രായപ്പെടുന്നു. പക്ഷേ നെപ്പോളിയൻ പറയുന്നത് ദർ ഈസ് നോ ടൈം ടു വേസ്റ്റ് മണി അല്ലെങ്കിൽ ദർ ഈസ് നോ ടൈം ടു വേസ്റ്റ് അവർ എനർജി. കാരണം വി ഹാവ് ടു പ്രൊഡ്യൂസ് എ ലോട്ട് ഓഫ് പ്രോഡക്ട്സ്. ഒരുപാട് സാധനങ്ങൾ പ്രൊഡക്ഷൻ വർദ്ധിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ വിൻഡ് മില്ലിന്റെ പുറകെ നടക്കാൻ സമയമില്ല. വിൻഡ് മില്ല് അതുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. കാരണം നമുക്ക് ആവശ്യം എന്താണ്? പ്രൊഡക്ഷനാണ്. ആൻഡ് thus there come the slogan vote for Snowball and 3-day work or vote for Napoleon and the full mango. അങ്ങനെ ഒരു സ്ലോഗൻ അവിടെ ഉണ്ടാകുന്നത്. അതായത് സ്നോബോളിന് വോട്ട് ചെയ്യുകയാണെങ്കിൽ 3 ദിവസമേ പണിയെടുക്കണ്ടു, നെപ്പോളിയന് വോട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും ജോലി ചെയ്യണം. ആൻഡ് ഇറ്റ് വാസ് ബെഞ്ചമിൻ ഹു ഹാസ് തിങ്കിങ് പവർ ആൻഡ് ഇസ് ഷുവർ ദാറ്റ് ലൈഫ് വിൽ ഗോ ഓൺ ഇൻ എ സിമിലർ വേ ഇഫ് ദർ ഈസ് വിൻഡ് മിൽ ഓർ നോട്ട്. ഈ സമയത്ത് ബെഞ്ചമിൻ മാത്രമാണ് ചിന്തിക്കുന്നത്. ബെഞ്ചമിന് മാത്രമാണ് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത്. അദ്ദേഹം അല്ലെങ്കിൽ ആ ആനിമൽ പറയുന്നു വിൻഡ് മിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മളുടെ ഗതി, അതായത് വർക്കിംഗ് ക്ലാസിന്റെ ഗതി ഇത് തന്നെയായിരിക്കും. ദർ ഇസ് നോ ചേഞ്ച്. അവരുടെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ല. അത് വിൻഡ് മിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ അതേ അവസ്ഥ തന്നെ തുടരുമെന്ന് ബെഞ്ചമിൻ വിശ്വസിക്കുന്നു. ആൻഡ് നെപ്പോളിയൻ ത്രോസ് എവേ സ്നോബോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഡോഗ്സ് ജെസി ആൻഡ് ബ്ലൂവെൽ ആൻഡ് ദെയർ 9 kids. ഈ ഒരു സമയത്ത് അവർ തമ്മിൽ സ്പർദ്ധ ഉണ്ടാകുന്നത്, അതായത് നെപ്പോളിയനും സ്നോബോളും തമ്മിലുള്ള ആ ഒരു ചെറിയ ചെറിയ ഇഷ്യൂസ്. കാരണം ജനങ്ങൾ സ്നോബോളിനെ ഇഷ്ടപ്പെടുന്നു, വിൻഡ് മില്ല് വേണമെന്ന് പറയുന്ന ജനങ്ങളുടെ ആ ഒരു പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ആ കഷ്ടപ്പാടിലൊക്കെ ആ ഒരു സിമ്പതി കാണിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ സ്നോബോളിനെ ഇഷ്ടപ്പെടുന്ന സമയത്ത് ത്രൂ ട്രിക്സ് നെപ്പോളിയൻ ക്യാച്ചസ് ദാറ്റ് അറ്റൻഷൻ. ജനങ്ങളുടെ ആ ശ്രദ്ധ ട്രിക്കുകളിലൂടെ അദ്ദേഹം പിടിച്ചെടുക്കുന്നു. അതേപോലെ തന്നെ സ്നോബോളിനെ അവിടെ നിന്ന് ഓടിക്കുന്നു. ആരുടെ സഹായത്തോടെ? ജെസിയുടെയും ബ്ലൂബെല്ലിന്റെയും സഹായത്തോടെ. ജെസി, ബ്ലൂബെൽ എന്നീ 2 ഡോഗ്സിനെ ആദ്യം തന്നെ കൊണ്ടുവന്ന് പട്ടിക്കുട്ടി പപ്പിയായിരുന്ന സമയത്ത് കൊണ്ടുവന്ന് വളർത്തിയതാണ്. അവരുടെ 9 മക്കളുമുണ്ട്. ആ പട്ടികളെ ഉപയോഗിച്ച് സ്നോബോളിനെ അവിടുന്ന് പുറത്താക്കുന്നു. ആൻഡ് the 9 dogs chased Snowball out of the farm and Napoleon's idea was more work, more food. But Spieler informs animals that the windmill was the idea of Napoleon, which was originally of Snowball. ഈ സമയത്ത് നെപ്പോളിയൻ നമ്മൾ നേരത്തെ പറഞ്ഞു മോർ വർക്ക് മോർ ഫുഡ് എന്നുള്ള ആശയമാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഓൾറെഡി പറഞ്ഞതാണ് വിൻഡ് മിൽ എന്നത് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ. കാരണം വി ഹാവ് നോ ടൈം ടു സ്പെൻഡ് ഓൺ
ബിക്കോസ് വി ഹാവ് ടു പ്രൊഡ്യൂസ് എ ലോട്ട് ഓഫ് പ്രോഡക്ട്സ്. അതുകൊണ്ട് തന്നെ സമയമില്ല, വിൻഡ് മില്ലിന്റെ പേരിൽ ചിലവാക്കാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പിന്നീട് പറയുന്നു വിൻഡ് മിൽ എന്ന ആശയം എൻ്റെ ആശയമാണ് എന്ന് സ്ക്വീലർ മുഖേനയാണ് പറയുന്നത്. സ്ക്വീലർ ആണ് ഈ നെപ്പോളിയന്റെ മൗത്ത് പീസായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ നെപ്പോളിയൻ എല്ലാ കാര്യങ്ങളും സ്ക്വീലറിനോട് പറഞ്ഞ് സ്ക്വീലറാണ് ജനങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു ആനിമൽസിനെ വിശ്വസിപ്പിക്കുന്നത്. അപ്പൊ സ്ക്വീലർ പറയുന്നു ശരിക്കുള്ള ആശയം ഇത് നെപ്പോളിയന്റേതാണ്, വിൻഡ്മിൽ എന്ന ആശയം. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഒരു ആശയം സ്നോബോളിന്റേതാണ്, പക്ഷേ തങ്ങളുടെ ആശയമായിട്ട് അവർ എടുക്കും. ആൻഡ് മിനിമസ് ഇസ് എ പോയിന്റ് ഹു കമ്പോസ്ഡ് സോങ്സ് ആൻഡ് പോംസ് പ്രൈസിങ് നെപ്പോളിയൻ. നെപ്പോളിയനെ പ്രകീർത്തിച്ചുകൊണ്ട് സോങ്സ് അതേപോലെ തന്നെ പാട്ടുകളും കവിതകളും ഒക്കെ എഴുതുന്ന ആളാണ് മിനിമസ്. ആൻഡ് ഹി ഗോട്ട് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ ദ ഫാം ഓഫ് നെപ്പോളിയൻ. നെപ്പോളിയന്റെ അടുത്ത് ഒരു പ്രത്യേക സ്ഥാനം മിനിമസിന് കിട്ടുന്നു. ബോക്സർ ഈസ് എ ഹാർഡ് വർക്കിംഗ് ഹോസ് ഹു ഓൾവേസ് വർക്ക് ഹാർഡർ. ഇനി ബോക്സർ എന്ന കഥാപാത്രം ഹി ഈസ് എ ഹാർഡ് വർക്കിംഗ് ഹോസ്, വളരെ കഷ്ടപ്പെടുന്ന അതേപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഹോസാണ് ബോക്സർ. ആൻഡ് ഹി ഈസ് നോട്ട് കെയറിങ് ഹിസ് ഓൺ ഹെൽത്ത്. ഹെൽത്തിനെ കുറിച്ചൊന്നും ഒരു ബോധമില്ലാതെ ഹാർഡ് വർക്ക് എന്ന ആ ഒരു ആശയത്തിൽ, അതേപോലെ തന്നെ ഹി ഈസ് ബ്ലൈൻഡ്ലി ബിലീവിങ് നെപ്പോളിയൻ. നെപ്പോളിയനെ ശക്തമായിട്ട് അല്ലെങ്കിൽ അന്ധമായിട്ട് വിശ്വസിച്ച് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ബോക്സർ. ക്ലോവർ വോൺസ് ഹിം ഓഫ് ഹിസ് ഹെൽത്ത്. അയാളുടെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാനാക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. ബട്ട് ഹി സേസ് ഐ വിൽ വർക്ക് ഹാർഡർ ആൻഡ് നെപ്പോളിയൻ ഈസ് ഓൾവേസ് റൈറ്റ്. ഈ ബോക്സർ എപ്പോഴും പറയുന്ന വാക്കുകളാണ്, ഒരു സ്ലോഗൻ പോലെ തന്നെയാണ്. ഐ വിൽ വർക്ക് ഹാർഡർ ആൻഡ് നെപ്പോളിയൻ ഈസ് ഓൾവേസ് റൈറ്റ്. നെപ്പോളിയനെ അന്ധമായി വിശ്വസിക്കുന്ന ബോക്സർ. Then Napoleon contracted with other farms and began to sell products in the name of having windmill. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നോ ട്രേഡ് ഓർ നോ റിലേഷൻ വിത്ത് ഹ്യൂമൻ ബീങ്സ് അവരുടെ ആ ഒരു കമാൻഡ്മെന്റ്സിലുള്ളതാണ്. ഈ മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല, ആൻഡ് നോ മേക്കിംഗ് മണി എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അതിന് വിപരീതമായിട്ട്, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നെപ്പോളിയൻ കോൺട്രാക്റ്റഡ് വിത്ത് അതർ ഫാംസ് ദാറ്റ് ആർ റണ്ണിങ് ബൈ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യർ നടത്തുന്ന മറ്റു ഫാമുകളുമായിട്ട് കോൺട്രാക്ട് ചെയ്യുന്നു. ആൻഡ് ബിഗാൻ ടു സെൽ പ്രോഡക്ട്സ് ഇൻ ദ നെയിം ഓഫ് വിൻഡ് മിൽ. വിൻഡ് മിൽ ഉണ്ടാക്കാൻ പൈസ വേണം എന്ന ആ ഒരു പേരിൽ, എന്ന ഒരു വ്യാജേന ഈ ഒരു കോൺട്രാക്ട് ഒപ്പിടുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നു. ആ കോൺട്രാക്റ്റിലൂടെ സാധനങ്ങൾ മറ്റ് ഫാമുകളിലേക്ക് വിൽക്കാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നു. And the animals believed it, though conscious of no trade with humans, no making money, etc. The animals are sure. നേരത്തെ നമ്മൾ പറഞ്ഞു ഓൾഡ് മേജർ ടോൾഡ് ദം, അവരോട് കൽപ്പിച്ചതാണ് നോ ട്രേഡ് വിത്ത് ഹ്യൂമൻ ബീങ്സ് ആൻഡ് നോ മേക്കിംഗ് മണി. അങ്ങനെയൊക്കെ അറിയാമെങ്കിലും ഈ വിൻഡ് മില്ല് വേണം എന്നതിന്റെ പേരിൽ ജനങ്ങൾ സമ്മതിക്കുന്നു. ആൻഡ് സ്ക്വീലർ അഷ്യൂസ് പീപ്പിൾ ദാറ്റ് ദർ ഈസ് നോ റെസൊല്യൂഷൻ റിഗാർഡിംഗ് നോ ട്രേഡ് ഓർ മണി. സ്ക്വീലർ ഈ സമയത്ത് പറയും, നമ്മൾ നേരത്തെ പറഞ്ഞു സ്ക്വീലർ ഹി ക്യാൻ ടേൺസ് ബ്ലാക്ക് ഇൻ ടു വൈറ്റ്. ഒരു ക്രൂക്കഡായിട്ടുള്ള ഒരു ആനിമലാണ്. അതായത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു വിശ്വസിപ്പിക്കാൻ, അത് കള്ളത്തരങ്ങൾ പോലും പറഞ്ഞു വിശ്വസിപ്പിക്കാൻ കഴിവുള്ള ഒരു ആനിമലാണ് സ്ക്വീലർ. സ്ക്വീലർ പറയുന്നു അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല, അങ്ങനെയുള്ള ഒരു കോൺട്രാക്ട് ഒന്നുമില്ല, ഇറ്റ് ഈസ് ജസ്റ്റ് ഇമാജിനേഷൻ. അതൊരു ഭാവനയാണ്, അങ്ങനെ പണം ഉണ്ടാക്കാൻ പാടില്ല അല്ലെങ്കിൽ ട്രേഡ് നടത്താൻ പാടില്ല എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല, അത് ജസ്റ്റ് ഭാവനയാണ് എന്ന് പറയുന്നു. ആൻഡ് മിസ്റ്റർ വിംപർ ഈസ് എ ഹ്യൂമൻ ബീങ് ഹു ഓപ്പൺ വിസിറ്റ്സ് ആനിമൽ ഫാം. ഇനി ആ ട്രേഡ് അല്ലെങ്കിൽ ആ കോൺട്രാക്ട് എടുത്ത മറ്റൊരു വ്യക്തിയാണ് മിസ്റ്റർ വിംപർ. അദ്ദേഹം he frequently visits animal farm and at this time the pigs are moved to animal farm from stay. ആ ഒരു ആലയത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, അതായത് എല്ലാ ആനിമൽസും ഉള്ള ഒരു സ്ഥലത്താണ് പിഗ്സ് ഉണ്ടായിരുന്നത്. ബട്ട് ആഫ്റ്റർ ദ വിസിറ്റ് ഓഫ് വിംപർ these pigs are moved to animal farm and Squealer convinces other animals that the pigs are the brains of the farm and so need a quiet place to work in, and it is the dignity of the leader Napoleon. നെപ്പോളിയൻ പിന്നീട് അറിയപ്പെടുന്നത് ലീഡർ നെപ്പോളിയൻ എന്നാണ്. അദ്ദേഹത്തിന്റെ അഭിമാന പ്രശ്നമാണ് ഈ പിഗ്സ്. കാരണം അദ്ദേഹം, നമ്മൾ പറഞ്ഞു, ഹീസ് എ ബോർ, ഒരു കാട്ടുപന്നിയാണ്. അപ്പൊ തന്റെ വർഗത്തിൽപ്പെട്ട ആളുകൾ അവരാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ. ഈ ഒരു ആനിമൽ ഫാമിന്റെ മാസ്റ്റർ ബ്രെയിൻ പിഗ്സ് ആണ്. അതേപോലെ തന്നെ അതുകൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാൻ ഒരു സമാധാനമുള്ള ഒരു സ്ഥലം വേണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു അഭിമാന പ്രശ്നമാണ്. അതായത് നെപ്പോളിയന്റെ
അടുത്ത റിലേറ്റീവ്സ് ആണ്, നെപ്പോളിയന്റെ ആളുകളാണ്. അതുകൊണ്ട് അവർക്കൊരു പ്രത്യേക സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ അനിമൽ ഫാമിലേക്ക് വരുന്നത്. ആൻഡ് ദ പിഗ്സ് ate food in the kitchen and were used drawing room as a recreation room. The pigs ate food in the kitchen and used drawing room as a recreation room and also sleeping bed. ഈ സമയത്ത് പിഗ്സ് മാക്സിമം എൻജോയ് ചെയ്യുന്നു, അടുക്കളയിൽ കയറി ഭക്ഷണം കഴിക്കുന്നു. അതേപോലെ തന്നെ ഡ്രോയിങ് റൂമിൽ അവർ റിക്രിയേഷൻ റൂം എന്ന രീതിയിൽ, അതായത് അവിടെ ടൈം പാസ് റെസ്റ്റിംഗ് ടൈമായിട്ട് അവിടെ ചെലവഴിക്കുന്നു. അതേപോലെ തന്നെ സ്ലീപ്പിംഗ് ബെഡ്, കിടക്കയിൽ കിടക്കുന്നു. നേരത്തെ നിയമങ്ങളിൽ പറഞ്ഞതാണ് നോ അനിമൽ ഷാൽ സ്ലീപ്പ് ഇൻ ബെഡ്, അതിനെ കാറ്റിൽ പറത്തി പിഗ്സ് ബെഡ് ഉപയോഗിക്കുന്നു. ആൻഡ് there comes slight changes in 7 commandments. ഈ സമയത്ത് ഇങ്ങനെ മറ്റ് ആനിമൽസ് ചോദ്യം ചെയ്യുന്ന സമയത്ത് ചില ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു ഈ കമാൻഡ്മെന്റ്സിൽ. ഫസ്റ്റ് വൺ, നോ അനിമൽ ഷാൽ സ്ലീപ്പ് ഇൻ ബെഡ് വിത്ത് ഷീറ്റ്സ്. നോ അനിമൽ ഷാൽ സ്ലീപ്പ് ഇൻ ബെഡ് എന്നുള്ളത് മാറ്റിയിട്ട് വിത്ത് ഷീറ്റ്സ്, ഷീറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന രീതിയിലേക്ക് വരുന്നു. അതേപോലെ തന്നെ നോ അനിമൽ ഷാൽ കിൽ അതർ അനിമൽസ് വിതൗട്ട് റീസൺ. നോ അനിമൽ ഷാൽ കിൽ അതർ അനിമൽസ് എന്നാണ്, അത് മാറ്റിയിട്ട് നോ അനിമൽ ഷാൽ കിൽ അതർ അനിമൽസ് വിതൗട്ട് റീസൺ, കാരണമില്ലാതെ കൊല്ലാൻ പാടില്ല, കാരണമുണ്ടെങ്കിൽ കൊല്ലാമെന്ന രീതിയിലേക്ക് നിയമം മാറ്റുന്നു. ദെൻ നോ അനിമൽ ഷാൽ ഡ്രിങ്ക് ആൽക്കഹോൾ ഇൻ എക്സസ്. നേരത്തെ ഉള്ളത് നോ അനിമൽ ഷാൽ ഡ്രിങ്ക് ആൽക്കഹോൾ എന്നായിരുന്നു, അത് മാറ്റി നോ അനിമൽ ഷാൽ ഡ്രിങ്ക് ആൽക്കഹോൾ ഇൻ എക്സസ്, അമിതമായിട്ട് മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലയിലേക്ക് വരുന്നു. ദെൻ 4 legs good 2 legs better. നേരത്തെ പറഞ്ഞത് 4 legs good 2 legs bad എന്നായിരുന്നു. ഇപ്പോ 2 legs better, കാരണം ഈ പിഗ്സ് പന്നികള് they began to walk in 2 legs. 2 legs ഉപയോഗിച്ച് അവർ നടക്കാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് അവർ പറയുന്നത് 4 legs good 2 legs better. നെക്സ്റ്റ്, all animals are equal, some animals are more equal. നേരത്തെ പറഞ്ഞത് all animals are equal എന്നായിരുന്നു, അത് മാറ്റിയിട്ട് all animals are equal, സം ആനിമൽസ് ആർ മോർ ഈക്വൽ എന്നും കൂടി അവർ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ അമെൻമെന്റ്സിൽ വരുത്തും. 7 കമാൻഡ്മെന്റ്സിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അതേപോലെ വാട്ട് ആർ ദി 7 കമാൻഡ്മെന്റ്സ്, അതും എക്സാമിന് ചോദിക്കും. Then the windmill was broken one night and Napoleon convinces other animals that it is Snowball who is behind it. തങ്ങൾ ഉണ്ടാക്കിയ വിൻമിൽ ഒരു ദിവസം രാത്രിയിൽ തകർക്കപ്പെടുന്നു. അങ്ങനെ തകർക്കപ്പെടുന്ന സമയത്ത് നെപ്പോളിയൻ മറ്റ് അനിമൽസിനോട് പറയുന്നത് ഇത് സ്നോബോൾ ആണ് ഇത് തകർത്തത് എന്ന് പറയുന്നു. ആൻഡ് നൗ ഇറ്റ് കംസ് വിന്റർ ആൻഡ് ദേ ബിഗാൻ ടു ഫേസ് സ്റ്റാർവേഷൻ. ഈ സമയത്ത് വിന്റർ സമയം തുടങ്ങുന്നു. സോ there comes സ്റ്റാർവേഷൻ അല്ലെങ്കിൽ ഫാമിൻ, ഒരു ക്ഷാമം വരുന്നു. ആ വിന്റർ സീസണിൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സമയത്ത് അവർക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ആൻഡ് ബോക്സർ ആൻഡ് ക്ലോവർ ആർ സ്റ്റേൺ ആൻഡ് സ്ക്യൂലർ prompted them with the speeches of the joy of service and dignity of labor. ഈ സമയത്ത് ക്ലോവറും ബോക്സറുമാണ് ഹാർഡ് വർക്കേഴ്സ് ആണെന്ന് പറഞ്ഞു. അവരെ വീണ്ടും പ്രചോദിപ്പിക്കുന്നത്, അതായത് മറ്റ് ആനിമൽസ് മടിപിടിച്ചിരിക്കുന്ന സമയത്ത് ഡിഗ്നിറ്റി ഓഫ് ലേബർ, അതേപോലെ തന്നെ ജോയ് ഓഫ് സർവീസ്, ഇതൊക്കെ പറഞ്ഞ് സ്പീലർ ഈ ആനിമൽസിനെ പ്രേരിപ്പിക്കുന്നു, ഇൻസ്പയർ ചെയ്യുന്നു. ആൻഡ് ദോ ദ ഫാം ഫേസസ് ഫാമിൻ, നെപ്പോളിയൻ പ്രിറ്റൻസ് ഇറ്റ്സ് ലക്ഷറി. ആ ഫാമില് ക്ഷാമമാണുള്ളത്, പക്ഷെ നെപ്പോളിയൻ പുറത്തു പറയുന്നത് they are in luxury, വളരെ സന്തോഷപ്രദമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണെന്ന് പറയുന്നു. ആൻഡ് he ordered to sell 400 eggs per week to Wimber and the hens protested it, so they were not given with grains. ഈ സമയത്ത് നെപ്പോളിയൻ കോൺട്രാക്ട് ഉണ്ടാകുന്നു, മിസ്റ്റർ വിംബറുമായിട്ട് കോൺട്രാക്ട് ഉണ്ടാകുന്നു. അതായത് they can provide 400 eggs per week, 400 മുട്ടകൾ കൊടുക്കാമെന്ന് വാക്ക് കൊടുക്കുന്നു, അതായത് വിംബറുമായിട്ട് വാക്ക് കൊടുക്കുന്നു. ആൻഡ് സം ഹെൻസ് പ്രൊട്ടസ്റ്റഡ് ഇറ്റ്, കാരണം എന്ന് പറയുന്നത് ദേ ആർ ഫേസിങ് ഫാമിൻ. ഈ സമയത്ത് അവർ ക്ഷാമമുള്ള അവസ്ഥയിലാണുള്ളത്. അവരുടെ ഭക്ഷണമാണ് എടുത്തിട്ട് പുറത്തേക്ക് കൊടുക്കുന്നത്. പൈസയ്ക്കാണ് കൊടുക്കുന്നതെങ്കിലും അവരുടെ ഭക്ഷണം എടുത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കോഴികൾ അതിനെ എതിർക്കുന്നു. ആൻഡ് ദീസ് hens were not provided with grains, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. അങ്ങനെ 9 hens were killed or 9 hens lost their lives and the reason was informed as coccidiosis. കൊക്കോഡിയോസിസ് എന്ന രോഗം കൊണ്ടാണ്, അതായത് കോഴികളെ ബാധിക്കുന്ന രോഗമാണ്. ഈ രോഗം കൊണ്ട്
മരിച്ചതാണ് എന്ന ഒരു വാർത്ത പ്രചരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഭക്ഷണം കിട്ടാതെയാണ് മരിക്കുന്നത്. പുറത്ത് പറയുന്നത് രോഗം വന്ന് മരിച്ചതാണ്. ആൻഡ് Squealer believes that Snowball is intruding in the farm every night and he is destroying everything in the farm. Squealer വിശ്വസിക്കുന്നതല്ല, he tries to believe or he tries to make the people believe. ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നതാണ്. അതായത് രാത്രിയിൽ സ്നോബോൾ വന്നിട്ട് ആ വിൻമില്ലിലുള്ള എല്ലാ സാധനങ്ങളും തകർക്കുന്നത് അയാളുടെ പണിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. He also says to people that Snowball is cunning and he had terms with Mr. Jones. പിന്നീട് ഈ സ്ക്വീലർ ജനങ്ങളോട് പറയുന്നത് സ്നോബോൾ വളരെ കണ്ണിങ് ആണ്, അതേപോലെ തന്നെ മിസ്റ്റർ ജോൺസ് അവരുടെ നേരത്തെയുള്ള ഫാമറാണ്, ആ ഓണറാണ്, അയാളുമായിട്ടൊരു ടേംസിലാണ് സ്നോബോൾ എന്ന് പറയുന്നു. ആൻഡ് ഓൾസോ ഹി ഈസ് നോട്ട് wounded ആൻഡ് ഹാഡ് പ്ലേഡ് ട്രിക്ക് ഇൻ ദ ബാറ്റിൽ ഓഫ് കൗഷെഡ്. ബാറ്റിൽ ഓഫ് കൗഷെഡിൽ സ്നോബോളിന് മുറിവേൽക്കുന്ന ഷോൾഡറിലാണ് മുറിവേൽക്കുന്നത്. അപ്പോൾ മുറിവേൽക്കുന്ന സമയത്ത് അതൊരു കണ്ണിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു ട്രിക്കായിരുന്നു എന്നാണ് സ്ക്വീലർ വെളിപ്പെടുത്തുന്നത്. കാരണം ജോൺസുമായിട്ട് ഒരു ടേംസിൽ വന്ന് ആ ഒരു ടേംസിന്റെ പുറത്ത് ചെറിയ ഒരു മുറിവ് ഉണ്ടാക്കുന്നതാണ്. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്, അല്ലെങ്കിൽ ആനിമൽസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ്, ഇയാൾ കണ്ണിങ് ആണെന്നൊക്കെ പറഞ്ഞ് സ്നോബോളിനെതിരെ സ്ക്വീലർ ജനങ്ങളെ മാറ്റണം. And the song Beast of England was cancelled as it was the song of rebellion, and now rebellion is ended and a new song was written by Minimus. ഈ സമയത്ത് ബീസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് എന്ന പാട്ടായിരുന്നു അവർ പാടിയത്. ഈ സമയത്ത് നെപ്പോളിയൻ പറയുന്നു, വി ഹാവ് ടു സ്റ്റോപ്പ് ദിസ് സോങ് ബിക്കോസ് ഇറ്റ് ഈസ് ദ സോങ് ഓഫ് ദ റെബലിയൻ. ഇതൊരു വിപ്ലവ ഗാനമാണ്, ഇത് നമുക്ക് അവസാനിക്കണം, കാരണം ദ റെബലിയൻ ഈസ് ഓൾറെഡി എൻഡഡ്. വിപ്ലവം അവസാനിച്ചു, ഇനി വിപ്ലവത്തിന്റെ പാട്ട് വേണ്ട, നമുക്കൊരു പുതിയ പാട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എ ന്യൂ സോങ് വാസ് റിട്ടൺ ബൈ മിനിമസ്. മിനിമസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹീസ് എ പോയിറ്റ്. ഈ നെപ്പോളിയനെ പ്രശംസിക്കുന്ന വ്യക്തിയാണ് മിനിമസ്. അയാൾ ഒരു പുതിയ പാട്ട് കൊണ്ടുവരുന്നു. ആൻഡ് നെപ്പോളിയൻ നൗ ബിക്കംസ് ദ റിയൽ നെപ്പോളിയൻ ഇൻ ഹിസ്റ്ററി. നെപ്പോളിയൻ നമ്മുടെ ചരിത്രത്തിലെ ഫ്രഞ്ച് നെപ്പോളിയനെ പോലെ തന്നെയായി മാറുന്നു. ആൻഡ് ഹി വാസ് ഇൻ എ സെപ്പറേറ്റ് അപ്പാർട്ട്മെന്റ്, ടുക്ക് ഹിസ് മീൽ അലോൺ എക്സെട്ര ആൻഡ് എൻജോയിങ് ഓൾ ദ പ്ലേഷേഴ്സ്. ഒരു പ്രത്യേക അപ്പാർട്ട്മെന്റിൽ അതേപോലെ തന്നെ ഭക്ഷണമൊക്കെ ഒറ്റയ്ക്ക് കഴിക്കുന്ന രീതിയിൽ ഒരു VIP പൊസിഷനിലേക്ക് നെപ്പോളിയൻ മാറുന്നു. ആൻഡ് ഹി ഹാസ് ദി സെക്യൂരിറ്റി ഓഫ് ഡോഗ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ജെസ്സി അതേപോലെ തന്നെ ബ്ലൂബെൽ, അവരുടെ മക്കള്, അവരുടെ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. 9 നായ്ക്കളുണ്ട്, അവരുടെ പ്രൊട്ടക്ഷനിലാണുള്ളത്. ആൻഡ് ഹി ഓർഡേർഡ് ദാറ്റ് ഗൺസ് ഷുഡ് ബി ഫയർഡ് ഓൺ എവറി ഇയർ ഓൺ നെപ്പോളിയൻസ് ബർത്ത്ഡേ ആസ് വെൽ ആസ് ഓൺ ദി അതർ 2 ആനിവേഴ്സറീസ്. അദ്ദേഹം ഓർഡർ കൊടുക്കുന്നു, അതായത് തൻ്റെ ജന്മദിനത്തിന് ആകാശത്തേക്ക് വെടിവെക്കണം എന്നൊക്കെയുള്ള ഓർഡർ കൊടുക്കുന്നു. ദ വിന്റർ വാസ് സോ കോൾഡ് ആൻഡ് ഫുഡ് വാസ് ഷോർട്ടർ നൗ. വീണ്ടും ഭക്ഷണത്തിന് ദാരിദ്ര്യം ഉണ്ടാകുന്നു, അതായത് വിന്റർ വളരെ ശക്തമായിട്ടുണ്ടാകുന്നു. ആ ശൈത്യകാലത്ത് അവർക്ക് ഭക്ഷണം വീണ്ടും കുറയുന്നു. റേഷൻ വാസ് റെഡ്യൂസ്ഡ് വൺസ് അഗെയിൻ ആൻഡ് സ്ക്വീലർ ക്ലെയിംഡ് ദാറ്റ് ഇറ്റ് ഈസ് എ റീഅഡ്ജസ്റ്റ്മെന്റ്. അവർക്ക് നേരത്തെ റേഷൻ കുറച്ചിരുന്നു, വീണ്ടും ആ റേഷൻ കട്ട് ചെയ്യുന്നു. അതിൽ സ്ക്വീലർ പറയുന്നത് ഇതൊരു റീഅഡ്ജസ്റ്റ്മെന്റ് ആണ്. ആൻഡ് നെവർ സേ റിഡക്ഷൻ. ഒരിക്കലും ഇത് റിഡക്ഷൻ അല്ല, റീഅഡ്ജസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. നൗ നെപ്പോളിയൻ വാസ് ദി ഓൺലി ബോർ ഇൻ ദ ഫാം. ഇപ്പോൾ അവിടെയുള്ള ആ ഫാമിലെ ഒരൊറ്റ കാട്ടുപന്നി നെപ്പോളിയൻ മാത്രമാണ്. ആൻഡ് ദ പിഗ്സ് വെയർ ഗിവൺ പ്രിവിലേജസ് ലൈക്ക് വെയറിംഗ് ഗ്രീൻ റിബൺസ് ഓൺ ദെയർ ടെയിൽസ് ഓൺ സൺഡേസ്. All the barley is reserved for pigs and got a ration of a pint of beer daily. ഈ സമയത്ത് പിഗ്സിന് വീണ്ടും കൺസിഡറേഷൻ കിട്ടുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു കട്ടിലിൽ കിടക്കാം, കിച്ചണിൽ പോയിട്ട് ഫുഡ് എടുത്ത് തിന്നാം, അതേപോലെ തന്നെ റിക്രിയേഷൻ റൂമായിട്ട് ഡ്രോയിങ് റൂം ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ വീണ്ടും അവർക്ക് കൺസിഡറേഷൻ കിട്ടുന്നു. ദേ ക്യാൻ വെയർ ഗ്രീൻ ബെൽസ് ഓർ ഗ്രീൻ റിബൺസ് ഓൺ ദർ ടെയിൽ ഓൺ സൺഡേസ്. സൺഡേയിൽ ഗ്രീൻ ബെൽറ്റ്, ഗ്രീൻ റിബൺ ധരിക്കാൻ, അവരുടെ വാലിൽ ഗ്രീൻ റിബൺ കെട്ടാനുള്ള അധികാരം. അതേപോലെ ദേ ഗെറ്റ് ഓൾ ദ ബാർലി ടു ദ പിഗ്സ്, അതായത് എല്ലാ ബാർലിയും പിഗ്സിന് മാത്രമാണ് ബാർലി കൊടുക്കാനുള്ള അധികാരം, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതേപോലെ തന്നെ ദേ ഗോട്ട് എ റേഷൻ ഓഫ് എ പിന്റ് ഓഫ് ബിയർ ഡെയിലി. എല്ലാ ദിവസവും ബിയർ കഴിക്കാനുള്ള അധികാരം. നേരത്തെ പറഞ്ഞു നോ ആൽക്കഹോൾ ഇൻ എക്സസ്. ആ ഇൻ എക്സസ് കൂട്ടിച്ചേർത്തതിന് ശേഷം എല്ലാ ദിവസവും അവർക്ക് മദ്യം കിട്ടും.
Animal Farm was declared a republic and Napoleon was elected unanimously as president. ഈ സമയത്ത് ആനിമൽ ഫാം റിപ്പബ്ലിക്കായി മാറുന്നു. നെപ്പോളിയൻ ഐക്യകണ്ഠേന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നു. കാരണം മറ്റെതിരാളികൾ ആരുമില്ല. സ്നോബോൾ ആയിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു എതിരാളി. അദ്ദേഹത്തെ അവിടുന്ന് ഓടിച്ചു വിട്ടു. Then Boxer worked harder though his health was not in a good condition. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു ബോക്സറും ക്ലോവറും വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഹോഴ്സസ് ആണ്. ബോക്സറിന്റെ ആരോഗ്യം പോലും നോക്കാതെ അയാൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് ക്ലോവർ ആൻഡ് ബെഞ്ചമിൻ വാണ്ട് ഹിം മെനി ടൈംസ് ബട്ട് ഹി കെയർഡ് ലിറ്റിൽ ഓഫ് ഹിസ് ഹെൽത്ത്. ബെഞ്ചമിൻ ആണ് തിങ്കിങ് കപ്പാസിറ്റി ഉള്ള ആനിമൽ. ബെഞ്ചമിനും ക്ലോവറും പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ കഷ്ടപ്പെടാൻ പാടില്ല, ആരോഗ്യം നോക്കണം എന്നൊക്കെ പറഞ്ഞാലും ബോക്സർ അത് ശ്രദ്ധിക്കുന്നില്ല. ആൻഡ് ബോക്സർ ഫെൽ ഡൗൺ വൺ ഡേ ആൻഡ് റിമെയിൻഡ് ഇൻ ദി സ്റ്റോൾ ഫോർ മെനി ഡേയ്സ് ആൻഡ് എ വാൻ കെയിം ടു ടേക്ക് ഹിം ടു ദ ഹോസ്പിറ്റൽ. അങ്ങനെ ഈ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതെ ഹാർഡ് വർക്ക് ചെയ്ത ബോക്സർ ഒരു ദിവസം വീഴുന്നു. അങ്ങനെ വീണ് കിടപ്പിലായിട്ട് കുറച്ച് ദിവസം അവിടെ കിടക്കുന്നു. ഒരു 2-3 ദിവസം കഴിയുന്ന സമയത്ത് എ വാൻ കെയിം ടു ടേക്ക് ഹിം ടു എ ഹോസ്പിറ്റൽ. അദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് വാൻ വരുന്നു. ആൻഡ് ഇൻ ദ വാൻ ദർ ഇസ് റിട്ടൺ ആൽഫ്രഡ് സമൻസ്, ഹോഴ്സ് ലോട്ടറർ ആൻഡ് ഗ്ലൂ ബോയിലർ, വില്ലിംഗ്ടൺ. ഈ സമയത്ത് ആ വാനിന്റെ പുറത്ത് ആംബുലൻസ് എന്ന വ്യാജേനയാണ് ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വരുന്ന ആംബുലൻസ് എന്ന വ്യാജേനയാണ് വാൻ അവിടെ വരുന്നത്. പക്ഷെ അതിന് പുറത്ത് എഴുതിയിരിക്കുന്നത് ആൽഫ്രഡ് സമൻസ്. ആരാണ് അയാള്? ഹോഴ്സ് ലോട്ടറാണ് ആൻഡ് ഗ്ലൂ ബോയിലറാണ്. കുതിരയൊക്കെ കൊല്ലുന്ന വ്യക്തിയാണ്. ആൻഡ് വില്ലിംഗ്ടണിലാണ്. അങ്ങനെ അവിടെ എഴുതി വെച്ചേക്കുന്നു വാനിൽ. ഇത് ബെഞ്ചമിൻ വായിച്ചു കൊടുക്കുന്നു. ബെഞ്ചമിൻ റീഡ്സ് ഇറ്റ് ടു അതർ ആനിമൽസ് ആൻഡ് സേസ് ദാറ്റ് ദേ ആർ ടേക്കിംഗ് ബോക്സർ ടു ദ നാക്കർ ഓഫ്. ഈ സമയത്ത് പറയുന്നു ഹോസ്പിറ്റലിലേക്കല്ല ഇയാളെ കൊണ്ടുപോകുന്നത്. കാരണം വാനിൽ എഴുതി വെച്ചേക്കുന്നത് സ്ലോട്ടറിന്റെ അടുത്തേക്കാണ്, അത് കശാപ്പുകാരൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. കശാപ്പുകാരന്റെ പേരാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് എന്ന് പറയുന്നു. ആൻഡ് he was taken away and after 3 days it is declared that he is dead though he is given good treatment. ഈ സമയത്ത് അദ്ദേഹത്തെ ഈ ബെഞ്ചമിൻ പറഞ്ഞ് മറ്റ് ആനിമൽസിനോട് പറയുമ്പോഴത്തേക്ക് തന്നെ അവിടെ നിന്നും ബോക്സറിനെ ആ വാനിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ട് അറിയിക്കുന്നു ദാറ്റ് ഹി ഈസ് ഡെഡ്. 3 ദിവസം കഴിഞ്ഞിട്ട് പറയുന്നു, സ്പീലറാണ് അറിയിക്കുന്നത്, അദ്ദേഹം മരിച്ചുപോയി. നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നു. ആൻഡ് ഹി വാസ് വിത്ത് ഹിം ഓൾ ദീസ് ടൈംസ്. ആ സമയത്തൊക്കെ ഈ ബോക്സറുടെ കൂടെ തന്നെ താൻ ഉണ്ടായിരുന്നു, കണ്ണടയ്ക്കാതെ തന്നെ കൂടെ ഇരുന്നതാണ്. നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തു, പക്ഷേ മരിച്ചുപോയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി എന്നറിയിക്കുന്നു. വളരെ സങ്കടത്തോടു കൂടി, സങ്കടം അഭിനയിച്ചുകൊണ്ട്, അതായത് കണ്ണിലൊക്കെ വെള്ളം നിറച്ച് കണ്ണ് കരയുന്ന രീതിയിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ഇങ്ങനെ കൂട്ടിരുന്നതാണ്, അങ്ങനെ ശ്രദ്ധിച്ചിട്ടും അദ്ദേഹം മരിച്ചുപോയി എന്ന് പറയുന്നു. ആൻഡ് ദി ആനിമൽസ് ഇൻക്വേർഡ് ഓഫ് ദി വേർഡ്സ് റിട്ടൺ ഓൺ ദ വാൻ. ഈ സമയത്ത് പെട്ടെന്ന് ആനിമൽസ് ചോദിക്കുന്നു, അവിടെ വാനിൽ കൊണ്ടുപോയ വാനിൽ ആംബുലൻസിൽ അവിടെ എഴുതി വെച്ചേക്കുന്നത് ഇങ്ങനെ ആയിരുന്നില്ലേ, അതായത് സ്ലോട്ടർ എന്നൊക്കെ ആണല്ലോ എഴുതിയതെന്ന് ചോദിക്കുന്നു. ബട്ട് സ്പീലർ സേസ് ദാറ്റ് ഇറ്റ് വാസ് ദി പ്രോപ്പർട്ടി ഓഫ് എ ബട്ട്ലർ ആൻഡ് ദ ഡോക്ടർ ഫോർഗോട്ട് ടു ക്ലിയർ ഇറ്റ് ഓഫ്. ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു സ്പീലർ ഹാസ് എ കപ്പാസിറ്റി ടു ടേൺ ദ ബ്ലാക്ക് ഇൻ ടു വൈറ്റ്. ആ കുറ്റകൃത്യങ്ങളെ അല്ലെങ്കിൽ കള്ളത്തരങ്ങളെയൊക്കെ നല്ലതാക്കി മാറ്റാൻ അല്ലെങ്കിൽ കണ്ണടച്ച് വിശ്വസിപ്പിക്കാനുള്ള കഴിവുള്ള സ്പീലർ പറയുന്നു ഇത് നേരത്തെ ഒരു കശാപ്പുകാരന്റെ വണ്ടിയായിരുന്നു, ഡോക്ടർ വാങ്ങിയപ്പോൾ അതിൻ്റെ ആ ഒരു പേര് മാറ്റാൻ വിട്ടുപോയതാണ് എന്ന് പറഞ്ഞ് ആനിമൽസിനെ വിശ്വസിപ്പിക്കുന്നു. ആൻഡ് ദസ് ഓൾ ആനിമൽസ് ബിക്കം സ്പീച്ച്ലെസ്. അങ്ങനെ എല്ലാ ആനിമൽസിനെയും സ്പീച്ച്ലെസ് ആക്കി മാറ്റുന്നു, അവർ നിശബ്ദരാക്കി മാറ്റുന്നു. പറയുന്നതിന് അവരെന്തെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അതിനെ ന്യായീകരിച്ച് ഒരാളും എതിർക്കാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ആൻഡ് ദ പിഗ്സ് ബിഗാൻ ടു വാക്ക് ഇൻ 2 legs and thus came the amendment. അങ്ങനെ പിഗ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു ദേ എൻജോയ് മാക്സിമം ലക്ഷറി ഇൻ ദ ആനിമൽ ഫാം. ഏറ്റവും കൂടുതൽ ലക്ഷറി ആസ്വദിക്കുന്നത് ആനിമൽസ് ആണ്, അല്ലെങ്കിൽ ഈ ആനിമൽസിൽ ആസ്വദിക്കുന്നത് പിഗ്സ് ആണ്. അങ്ങനെ അവർ അവസാനം 2 കാലിൽ നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെയാണ് ആ ഒരു സ്ലോഗൻ വരുന്നത്, ഓൾ ആനിമൽസ് ആർ ഈക്വൽ, സം ആനിമൽസ് ആർ മോർ ഈക്വൽ എന്ന ഒരു സ്ലോഗൻ അവിടെ വരുന്നു. ആൻഡ് നെപ്പോളിയൻ ചേഞ്ച്ഡ് ദ ആനിമൽ ഫാം ടു മാനർ ഫാം. നേരത്തെ തന്നെ ഇതിന്റെ പേര് മാനർ ഫാം എന്നായിരുന്നു. മിസ്റ്റർ ജോൺസുമായിട്ടുള്ള ആ ഒരു ജോൺസിന്റെ അധീനതയിൽ തുടങ്ങുന്ന സമയത്ത് മാനർ ഫാം എന്നാണ് അറിയപ്പെട്ടത്. ആ മാനർ ഫാം ആണ് ഈ അനിമൽസ് കൺട്രോളിൽ വന്നതിന് ശേഷം ആനിമൽ ഫാം ആക്കി മാറ്റിയത്. വീണ്ടും നമ്മൾ പറഞ്ഞു നെപ്പോളിയൻ മേക്ക് കോൺട്രാക്ട്സ് വിത്ത് ഹ്യൂമൻ ബീങ്സ്, മനുഷ്യരുമായിട്ട്
കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ട് ആൻഡ് ഹി ഈസ് മേക്കിംഗ് മണി. അപ്പോൾ ആ ട്രേഡിലൂടെ പണം ഉണ്ടാക്കുന്നു. ആ അവസ്ഥയിൽ ദ നെയിം ഓഫ് ദി ഫാം ഈസ് അഗെയിൻ ടേൺഡ് ഇൻ ടു മാനർ ഫാം ഫ്രം ആനിമൽ ഫാം. ആനിമൽ ഫാമിൽ നിന്ന് മാനർ ഫാം എന്നാക്കുന്നു. ആൻഡ് ബിഗാൻ ടു കീപ് ക്ലോസ് റിലേഷൻ വിത്ത് ഹ്യൂമൻ ബീങ്സ്. ആ ഒരു മനുഷ്യരുമായിട്ട്, അവർ നേരത്തെ അകറ്റി നിർത്തിയ മനുഷ്യരുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നു. അങ്ങനെ ടോട്ടാലിറ്റേറിയനിസം, നെപ്പോളിയന്റെ ആ ഒരു ടോട്ടാലിറ്റേറിയനിസം എന്ന ആശയം അവിടെ ഉണ്ടാകുന്നു. അതായത് ആനിമൽസിനെ ഒക്കെ നിശബ്ദരാക്കിക്കൊണ്ട് മനുഷ്യരുമായിട്ട്, അല്ലെങ്കിൽ ക്യാപിറ്റലിസം, കമ്മ്യൂണിസം മാറി ക്യാപിറ്റലിസത്തിന് വഴിയൊരുക്കുന്നു. അതായത് ആ ഒരു മുതലാളിത്ത രീതിയിലേക്ക് ആശയങ്ങൾ മാറുന്നു. ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ്. കുറച്ച് ലെങ്തിയാണ്, കാരണം എല്ലാം ഉൾക്കൊള്ളിക്കാൻ കുറേയൊക്കെ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.